ഹായ്. കരിയർ സ്വിച്ച് വന്നവർക്ക് എങ്ങനെ തിരിച്ച് ഈ ഒരു ഫീൽഡിലോട്ട് വരാനായിട്ട് പറ്റും? പല കാരണങ്ങൾ കൊണ്ടും അവരുടേതല്ലാത്ത പല റീസൺസ് കൊണ്ടും കരിയർ സ്വിച്ച് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. സോ അവർക്ക് എങ്ങനെ തിരിച്ച് ഈ ഒരു ഫീൽഡിലോട്ട് കയറാനായിട്ട് പറ്റും? അല്ലെങ്കിൽ വേറൊരു ഫീൽഡിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പക്ഷേ ഇലക്ട്രോണിക്സിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എംബഡഡിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കോഡിങ്ങിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പക്ഷേ വേറെ ഏതെങ്കിലും മേഖലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ എങ്ങനെ എംബഡഡ് സിസ്റ്റം ഫീൽഡിലോട്ട് വരാൻ പറ്റും എന്നുള്ളത് പറയാം. ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് നിങ്ങൾ എംബഡഡ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു റിക്രൂട്ടർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ കരിയർ ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഫീൽഡിലാണ് വർക്ക് ചെയ്തതെന്ന് നോക്കുന്ന സമയത്ത് അവർക്ക് ആക്ച്വലി മേ ബി ചിലപ്പോൾ അത് ഷോർട്ട് ലിസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. കുറേ അധികം പ്രോഗ്രാംസ് ഉണ്ട്, ബാക്ക് ടു വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വുമൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, ബിക്കോസ് ഒരു ലോങ് കരിയർ ഗ്യാപ്പ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അവിടെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്, നിങ്ങൾക്ക് ഈ കരിയർ ബ്രേക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതിനകത്ത് ഈ ടെക്നോളജിയിലൊട്ടും പിന്നിലല്ല എന്നുള്ളത് കാണിക്കുന്ന രീതിയിലുള്ള, നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് പ്രൊജക്റ്റുകളും അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് സ്റ്റാക്കുകളിലും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. മെയിനായിട്ട് നിങ്ങൾ പ്രോഗ്രാമിംഗ് വളരെ നല്ല രീതിയിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. അതിൽ നിങ്ങൾ വളരെ എക്സ്പേർട്ട് ആയിരിക്കണം. നിങ്ങൾ പല രീതിയിലുള്ള മൈക്രോ കൺട്രോളേഴ്സിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ ഡ്രൈവേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം. നല്ല നല്ല ഫേംവെയറുകൾ എഴുതിയിട്ടുണ്ടാവണം. സോ ആ ഒരു രീതിയിലുള്ളൊരു പ്രൊഫൈൽ നമുക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ എംബഡഡ് സിസ്റ്റത്തിനകത്ത് തന്നെ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും പല അധികം പല അധികം വിഭാഗങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ആർട്ടോസ് വരുന്നുണ്ട്, ലിനക്സ് വരുന്നുണ്ട്, ഓട്ടോമോട്ടീവ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്, മൾട്ടിമീഡിയ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിനകത്തൊക്കെ നിങ്ങൾ കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് ഇതിനകത്തെങ്കിലും ഒന്നിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിനകത്തൊരു എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊരു പ്രൊഫൈൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസിഷൻ കുറച്ചും കൂടെ ഈസിലി ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റീ എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും ഈ ഫീൽഡിനകത്തോട്ട്. സോ നമ്മളിവിടെ കാൻഡിഡേറ്റ്സിനെ ആക്ച്വലി ആക്കുന്നതും അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും അവരുടെ ഈ ഒരു പ്രൊഫൈലാണ്. ആ പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അവർക്ക് തിരിച്ച് ഇതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള രീതിയിലോട്ട് ആക്കുകയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. സോ ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, നല്ലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് വീണ്ടും റീ എൻറ്റർ ചെയ്യാനായിട്ട് പറ്റുക. താങ്ക് യു.